പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. വൈക്കം മുഹമ്മദ് ബഷീർ 1904-1994, who is fondly remembered as Bepur Sultan, is a humanist, freedom fighter, novelist and a short story writer hailing from Kerala. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. His notable works include ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആനയുണ്ടാർന്ന്, ജന്മദിനം ആൻഡ് അനർഘനിമിഷം. He was awarded the Padma Shri in 1982. വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനിച്ചു. 1994 അദ്ദേഹം നമ്മെ വേർപെട്ട് പോയിരിക്കുന്നു. അദ്ദേഹത്തിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ വിളിച്ചിരുന്ന ഒരു പേരാണ് ബേപ്പൂർ സുൽത്താൻ. അങ്ങനെയുള്ള അദ്ദേഹം ഹ്യൂമനിസ്റ്റ് ആയിരുന്നു, ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. ഫ്രീഡം ഫൈറ്റർ, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ, അതുപോലെ തന്നെ നോവലിസ്റ്റും ചെറുകഥാകൃത്തും ഒക്കെയായിരുന്നു അദ്ദേഹം ഒരു കേരളീയനായ ഈ പറഞ്ഞ ആളൊക്കെയായിരുന്നു. ഹീ ഈസ് നോട്ടഡ് ഫോർ ഹിസ് ഡിസാമിംഗ്ലി ഡൗൺ ടു എർത്ത് സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് ഏതൊരാളെയും ഡിസാം ചെയ്യിപ്പിക്കുന്ന, നിരായുധീകരിക്കുന്ന വിധം ഡൗൺ ടു എർത്ത് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഡൗൺ ടു എർത്ത് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വളരെ വിനീതമായ, വളരെ ഭവ്യതയാർന്ന രീതിയിലായിരുന്നു ഒരു സ്റ്റൈലാണ് അദ്ദേഹം തൻ്റെ എഴുത്തിൽ സ്വീകരിച്ചിരുന്നത്. വളരെ ലളിതമായ, ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ അവരുടെ ഭാഷയിലാണ് അദ്ദേഹം തൻ്റെ കഥയിലെ ഭാഷയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ദാറ്റ് മെയ്ഡ് ഹിം ഈക്വലി പോപ്പുലർ എമംഗ് ലിറ്റററി ക്രിറ്റിക്സ് ആസ് വെൽ ആസ് ദ കോമൺ മാൻ. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സ്വഭാവം നിമിത്തം അദ്ദേഹം ഒരേപോലെ പോപ്പുലർ എമംഗ് ലിറ്റററി ക്രിറ്റിക്സ്, സാഹിത്യ വിമർശകന്മാർക്കിടയിലും മാത്രമല്ല, ആസ് വെൽ ആസ് ദ കോമൺ മാൻ, സാധാരണക്കാർക്കിടയിലും വളരെ പ്രശസ്തനായിട്ട് മാറി. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ്, അദ്ദേഹത്തിൻ്റെ ഇനി ചില ശ്രദ്ധേയമായ സാഹിത്യ കൃതികളുടെ പേരുകളാണ് പറയുന്നത്. ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ജന്മദിനം, അനർഘ നിമിഷം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന് ചില പ്രധാനപ്പെട്ട സാഹിത്യകൃതികൾ. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. നമ്മുടെ രാജ്യം അദ്ദേഹത്തിന് 1982 പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. ആ മഹാനായ ജനകീയനായ എഴുത്തുകാരൻ്റെ പാമ്പും കണ്ണാടിയും എന്ന ചെറുകഥയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ബഷീർ ദ സുൽത്താൻ ഓഫ് സ്റ്റോറീസ് ഈസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. അതായത് കഥകളുടെ സുൽത്താൻ എന്നും കൂടി അറിയപ്പെടുന്ന അദ്ദേഹം യഥാർത്ഥ ഒരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു. ഹി ഹൈലൈറ്റ്സ് ദ ബ്ലെൻഡ് ഓഫ് ഓൾ ക്രീച്ചേഴ്സ് ആൻഡ് നേച്ചർ ഇൻ ഹിസ് സ്റ്റോറീസ്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ അദ്ദേഹം പ്രകൃതിയെയും അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളെയും മിശ്രണം ചെയ്തുകൊണ്ടാണ്, ബ്ലെൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ദ സ്റ്റോറീസ് ഇവോക്ക് ഹ്യൂമർ ആൻഡ് സർക്കാസം ഓൺ ദ ഫോളീസ് ഓഫ് മാൻ. മനുഷ്യൻ്റെ ഫോളി എന്ന് പറഞ്ഞാൽ അവൻ്റെ തിന്മകൾ അല്ലെങ്കിൽ ബുദ്ധിശൂന്യത, അറിവില്ലായ്മ എന്നൊക്കെ പറയാം. അത്തരം കാര്യങ്ങളെ സർക്കാസ്റ്റിക്കായിട്ട്, അതായത് സർക്കാസ്റ്റിക്കായിട്ടെന്ന് പറഞ്ഞാൽ രൂക്ഷമായ പരിഹാസത്തിലൂടെ അല്ലെങ്കിൽ വ്യംഗ്യാർത്ഥ പ്രയോഗത്തിലൂടെ, ഒപ്പം തന്നെ നർമ്മവും കൂട്ടിക്കലർത്തി അദ്ദേഹം ഈ കഥയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. Has a snake ever coiled itself round any part of your body?
A full-blooded cobra? All of us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. Has a snake ever coiled itself around any part of your body? നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എപ്പോഴെങ്കിലും ഒരു പാമ്പ് സ്വയം വന്ന് ചുറ്റിയിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ആദ്യം ഉണ്ടാകുന്ന വികാരം ഭയം തന്നെയാകും, അല്ലേ? അദ്ദേഹം ചോദിക്കുകയാണ്, എ ഫുൾ ബ്ലഡഡ് കോബ്ര. സാധാരണ ഒരു സ്നേഹിക്കിനെ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഫുൾ ബ്ലഡഡ് കോബ്ര, നല്ല വിഷമുള്ള, നല്ല ആരോഗ്യവാനായ, ഹെൽത്തി ആയിട്ടുള്ള ഒരു കോബ്രയാണ്, ഒരു സർപ്പത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഓൾ ഓഫ് അസ് ഫെൽ സൈലൻറ്റ്. ഞങ്ങളെല്ലാവരും നിശബ്ദരായി. അപ്പോൾ ഈ ചോദ്യകർത്താവിനെ കേട്ടിരിക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അവരെല്ലാവരും നിശബ്ദരായി. എന്തുകൊണ്ടായിരിക്കാം? അവരാകെ ഭയന്ന് പോയിട്ടുണ്ടാകും. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപ്പത്ത്. യെസ്, ഹു വാസ് ദ ക്വസ്റ്റ്യനർ? ഈ ചോദ്യകർത്താവ് ഒരു ഹോമിയോപ്പതായിരുന്നു, ഒരു ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. എപ്പോഴാണ് ഇത്തരം ഒരു ടോപ്പിക്ക് വന്നത്, ഒരു വിഷയം വന്നത്? ഞങ്ങൾ പാമ്പുകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് പെട്ടെന്ന് ഹോമിയോപ്പത് ചോദിച്ചത്. വി ലിസൺ അറ്റൻറ്റീവ്ലി ആസ് എ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ഇപ്പോൾ ഡോക്ടർ ആ ടെയിൽ, ആ ഒരു കഥ പറയാൻ പോവുകയാണ്. അത്ര ഒരു കഥ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അദ്ദേഹം ആ കഥ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും വളരെ അറ്റൻറ്റീവായിട്ട്, വളരെ ശ്രദ്ധിച്ച്, വളരെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അദ്ദേഹത്തിൻ്റെ ആ കഥ പറച്ചിൽ ശ്രദ്ധിച്ചിരുന്നു. ഓക്കെ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats and I shared the room. I took out my box of matches and lighted the kerosene lamp on the table. It was a hot summer night about 10 o'clock. നല്ല ചൂടുള്ള വേനൽക്കാല രാത്രിയായിരുന്നു. ഏതാണ്ട് രാത്രി 10 മണി സമയം. I had my meal at a restaurant. ഞാൻ എൻ്റെ ആഹാരം റെസ്റ്റോറൻറ്റിൽ നിന്നുമാണ് കഴിച്ചത്. And returned to my room. എൻ്റെ റൂമിലേക്ക് തിരികെ വന്നു അതിനുശേഷം. I heard a noise from above as I opened the door. ഡോർ തുറന്ന സമയത്ത് ഞാൻ മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. The sound was a familiar one. The sound I heard was a familiar sound. ഞാൻ കേട്ട ശബ്ദം പരിചിതമായ ശബ്ദമായിരുന്നു. One could say that rats and I shared the room. വേണമെങ്കിൽ പറയാം, ഞാനും എലികളും ഈ റൂം പങ്കുവച്ചിരുന്നുവെന്ന്. I took out my box of matches. ഞാൻ എൻ്റെ തീപ്പെട്ടി എടുത്തു. ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. ടേബിളിൻ്റെ മുകളിൽ കെറോസിൻ ലാമ്പ്, മണ്ണെണ്ണ വിളക്ക് തെളിയിച്ചു വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. വീട് വൈദ്യുതീകരിച്ചതായിരുന്നില്ല. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. ആ വീട് ഒരു ചെറിയ വാടക വീടായിരുന്നു, അല്ലെങ്കിൽ വാടക മുറിയായിരുന്നു. I had just set up medical practice. ഞാൻ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് മൈ ഏർണിങ്സ് വർ മീഗർ. അപ്പോഴെനിക്ക് കിട്ടിയിരുന്ന ഏർണിങ്സ്, സമ്പാദ്യം, വരുമാനം, അത് മീഗറായിരുന്നു, വെരി ലിറ്റിൽ, വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്വിറ്റ് കേസ്. എൻ്റെ സ്വിറ്റ് കേസിൽ എനിക്ക് അന്നേരം ഉണ്ടായിരുന്നത് വെറും 60 രൂപ മാത്രമായിരുന്നു. എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. കുറച്ച് ഷർട്ടും ധോത്തീസും, മുണ്ടും അതിനോടൊപ്പം. ഐ ഓൾസോ പൊസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട്. എനിക്ക് ഒരൊറ്റപ്പെട്ട ഒരേ ഒരു കറുത്ത കോട്ടും ഉണ്ടായിരുന്നു. വിച്ച് ഐ വാസ് ദെൻ വെയറിങ്. ഞാൻ അന്നേരം ധരിച്ചുകൊണ്ടിരുന്ന ആ ഒരേ ഒരു കോട്ടും ഞാൻ പൊസസ് ചെയ്തിരുന്നു, ഞാൻ ഓൺ ചെയ്തിരുന്നു, ഞാൻ സ്വന്തമാക്കിയിരുന്നു. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വെസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. I opened the 2 windows in the room.
It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made my bed and pulled it close to the wall. I lay down but could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. I took off my black coat. അങ്ങനെ റൂമിനകത്ത് കയറിയതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ കറുത്ത കോട്ടും വെളുത്ത ഷർട്ടും അതുപോലെ തന്നെ അത്ര തന്നെ വെളുപ്പില്ലാത്ത അദ്ദേഹത്തിൻ്റെ വെസ്റ്റ് ബനിയനും അഴിച്ച് തൂക്കി വയ്ക്കുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്തത്. ഹാങ് ഹങ് തൂക്കി വെക്കുക എന്നതാണ്. ഐ ഓപ്പൺഡ് ദ 2 വിൻഡോസ് ഇൻ ദ റൂം. അതിനുശേഷം അദ്ദേഹം ചെയ്തത് ആ റൂമിലുണ്ടായിരുന്ന ആകെ 2 ജനലുകൾ തുറക്കുകയായിരുന്നു. ഇറ്റ് വാസ് എൻ ഔട്ടർ റൂം വിത്ത് 1 വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. ഇദ്ദേഹം താമസിച്ചിരുന്ന റൂം ആ വീടിന് പുറമേ ഉള്ളൊരു റൂമായിരുന്നു. അതിലൊരു വാൾ, ഒരു ചുമര് പുറത്തുള്ള മുറ്റത്തിനെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതായിരുന്നു. ഇറ്റ് ഹാഡ് എ ടൈൽഡ് റൂഫ് വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ്. അപ്പോൾ അദ്ദേഹം താമസിച്ചിരുന്ന റൂമിന് ടൈൽഡ് റൂഫായിരുന്നു ഉണ്ടായിരുന്നത്, അതായത് ഓടിട്ട മേൽക്കൂരയാണ് ഉണ്ടായിരുന്നത്. വിത്ത് ലോങ് സപ്പോർട്ടിംഗ് ഗാബിൾസ്, അതിനൊരു ത്രികോണ ആകൃതിയാണ് ഉണ്ടായിരുന്നത്. നല്ല നീളമുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗാബിൾസ് അതിനുണ്ടായിരുന്നു. ഗാബിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് എ വാൾ ഓഫ് ദ എൻഡ് ഓഫ് എ റിഡ്ജ്ഡ് റൂഫ് എന്നാണ് പറയുന്നത്, അല്ലെ റിഡ്ജ്ഡ് റൂഫ്. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എനി റൂഫ് വിത്ത് സ്ലോപ്പിംഗ് സൈഡ്സ് എന്നാണ്. ആ ചരിവുള്ള ത്രികോണ ആകൃതിയുള്ള മേൽക്കൂരയോട് കൂടിയ ഒരു റൂമിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഗ്യാബിൾസ് ദാറ്റ് റെസ്റ്റഡ് ഓൺ ദ ബീം. ഈ ഗ്യാബിൾസ്, ഈ ത്രികോണ ആകൃതിയിലുള്ള മേൽക്കൂരയെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഒരു ബീമായിരുന്നു. ആ ചുമരിന് മുകളിൽ കൂടി പോകുന്ന ഒരു ബീം എന്ന് പറഞ്ഞാൽ ഉത്തരം എന്നൊക്കെ നമ്മൾ പറയും. ആ ബീമാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ദർ വാസ് നോ സീലിംഗ്. അദ്ദേഹത്തിൻ്റെ റൂമിന് മച്ചുണ്ടായിരുന്നില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ആൻഡ് ഫ്രം ദ ബീം. ആ ബീമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എലികളുടെ കൃത്യമായ ഒരു സഞ്ചാരം, ഒരു ട്രാവലിംഗ് ഉണ്ടായിരുന്നു. ഐ മെയ്ഡ് മൈ ബെഡ്. പിന്നീട് അദ്ദേഹം ചെയ്തത് തൻ്റെ കിടക്ക വിരിക്കുക. മേക്ക് ബെഡ് എന്ന് പറഞ്ഞാൽ കിടക്ക ഒരുക്കുക, വിരിക്കുക എന്നൊക്കെയാണ്. സ്പ്രെഡ് ദ ബെഡ് ഷീറ്റ്സ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. അതിനുശേഷം ചുമരിന് സമീപത്തേക്ക് ആ കിടക്ക വലിച്ച് ഇടുകയും ചെയ്തു. ഐ ലേ ഡൗൺ. അതിനുശേഷം അദ്ദേഹം കിടന്നു. ലൈ ഡൗൺ എന്നതിൻ്റെ പാസ്റ്റ് ഫോം ലേ ഡൗൺ. ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. അങ്ങനെ ഈവൻ ദോ ഹീ ലേ ഡൗൺ ദർ ഹീ കുഡ് നോട്ട് സ്ലീപ്പ്. അവിടെ കിടന്നു എങ്കിലും ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ദ വരാന്ത. ഞാൻ എഴുന്നേറ്റ് വരാന്തയിലേക്ക് പോയി. ഫോർ എ ലിറ്റിൽ എയർ, അല്പം കാറ്റ് കൊള്ളാനായിട്ട്. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. പക്ഷേ കാറ്റിൻ്റെ ദേവത ടൈം ഓഫ് എടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ പുറത്ത് പോയപ്പോഴും അദ്ദേഹത്തിന് കാറ്റ് കിട്ടിയില്ല എന്നർത്ഥം. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഐ ഓപ്പൺഡ് ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്, ദ മെറ്റീരിയ മെഡിക്ക. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. I went back into the room. ഞാൻ തിരികെ റൂമിലേക്ക് തന്നെ പോയി. And sat down on the chair. അങ്ങനെ പോയിട്ട് ഒരു കസേരയിൽ ചെന്നിരുന്നു. I opened the box beneath the table. അതിനുശേഷം ഞാൻ ചെയ്തത് എൻ്റെ മേശയ്ക്ക് കീഴെയുള്ള ഒരു ബോക്സ് തുറക്കുകയാണ്. ഞാൻ ടുക്ക് ഔട്ട് എ ബുക്ക്. അത് തുറന്നതിന് ശേഷം അതിൽ നിന്ന് ഞാനൊരു പുസ്തകം പുറത്തെടുത്തു. അതിൻ്റെ പേര് ദ മെറ്റീരിയ മെഡിക്ക എന്നൊരു പുസ്തകമായിരുന്നു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ. അതിനെ ഞാൻ മേശയുടെ മുകളിൽ തുറന്നു വെച്ചു. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ്. ആ മേശയുടെ മുകളിൽ തന്നെയായിരുന്നു വിളക്കും വലിയ ഒരു കണ്ണാടിയും, ലാർജ് മിറർ. അതുപോലെ തന്നെ അതിന് സമീപത്തായിട്ട് ചെറിയൊരു ചീർപ്പും കിടന്നിരുന്നത്. ബിസൈഡ് മീൻസ് ബൈ ദ സൈഡ് ഓഫ്, അരികത്ത്, സമീപത്ത് എന്നാണ്. കൂം എന്ന് പറഞ്ഞാൽ ചീർപ്പ് എന്നാണ്.
One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty, and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. One feels tempted to look into a mirror. ഏതൊരാൾക്കും കണ്ണാടിയിലേക്ക് നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ, ഒരു പ്രേരണ ഉണ്ടാകും. വെൻ ഇറ്റ് ഈസ് നിയർ, ആ കണ്ണാടി അയാൾക്ക് സമീപത്താണെങ്കിൽ. ഐ ടുക്ക് എ ലുക്ക്, ഞാനൊന്ന് നോക്കി. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മയറർ ഓഫ് ബ്യൂട്ടി. അക്കാലത്ത് ഞാനാണെങ്കിൽ വലിയൊരു സൗന്ദര്യ ആരാധകനായിരുന്നു. അഡ്മയറർ എന്ന് പറഞ്ഞാൽ ഇവിടെ ലവർ എന്നാണ്, വർഷിപ്പർ, ബ്യൂട്ടി, സൗന്ദര്യം. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. സ്വയം സുന്ദരനായിരിക്കാൻ വേണ്ടി സുന്ദരനായി ഇരിക്കാൻ ഞാൻ ശ്രമിച്ചു. ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈസെൽഫ് ലുക്ക് ഹാൻസം. സ്വയം ഒന്ന് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഇതിനൊക്കെ ഒരു കാരണമുണ്ട്. ഞാൻ അവിവാഹിതനും ഒരു ഡോക്ടറുമായിരുന്നല്ലോ ആ കാലത്ത്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. എനിക്ക് തോന്നി എൻ്റെ സാന്നിധ്യം എല്ലാവരെയും അറിയിക്കണമെന്ന്. ഐ പിക്ഡ് അപ്പ് ദ കോംബ്. ഞാൻ അതുകൊണ്ട് ചീർപ്പ് എടുത്തു. അങ്ങനെ റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ. അത് ഞാൻ എൻ്റെ തലയിലൂടെ ഓടിച്ചു എന്ന് പറഞ്ഞാൽ തല ചീവി. ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. എന്നിട്ട് ഞാൻ എൻ്റെ തലയിലുള്ള ആ ഒരു പാർട്ടിങ്, ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ, അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇറ്റ് ലുക്ക്ഡ് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. വളരെ സ്ട്രെയിറ്റും നീറ്റുമായി കാണത്തക്ക വിധം അത് ചീവി ഒതുക്കി വെച്ചു. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോവ്. ഇത് ചെയ്തതിന് ശേഷം, ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഞാൻ മുകളിൽ നിന്നും നേരത്തെ കേട്ട ആ ശബ്ദം കേട്ടു. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. I took a close look at my face in the mirror. ഞാൻ എൻ്റെ മുഖം വളരെ അടുത്ത് നോക്കി ആ കണ്ണാടിയിൽ. I made an important decision. ഞാനൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടു. I would shave daily. നിത്യവും ഞാൻ ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ കൂടുതൽ സുന്ദരനായി കാണപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു നേരിയ മീശയും വളർത്തും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചലർ ആൻഡ് എ ഡോക്ടർ. എന്തൊക്കെ ആയാലും ഞാനൊരു ബാച്ചലറും ഒരു ഡോക്ടറുമല്ലേ.